ചേർത്തു. നമ്മുടെ ഏറ്റവും സീനിയറായ ഓണം കലവറ കാത്തു സൂക്ഷിച്ച മണിയേട്ടന് വർഷങ്ങളായിട്ട് ഓണത്തിന്റെ കലവറയിൽ എന്നും നിറഞ്ഞിരിക്കുന്ന മണിയേട്ടന് നമ്മുടെ ഏറ്റവും സീനിയറായ KP രാഘവൻ സാറിന് ഒരു ചെറിയൊരു ഉപഹാരം. ഹലോ, അടുത്ത ഒരു സമ്മാനം നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷന്റെ സപ്പോർട്ടർ, കംപ്ലീറ്റ് സ്റ്റേജായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം സമയം ചെലവഴിച്ച പൂക്കളത്തിനായാലും പൂ മേടിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓടി നടന്ന ഒരു വ്യക്തിത്വമുണ്ട് നമ്മുടെ സുനിൽദാസിന് ഒരു ചെറിയ ഉപഹാരം. വളരെ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മലയാള മിഷൻ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ അഞ്ജലിദാസിന് നമ്മുടെ ഒരു ഡാൻസ് പഠിപ്പിച്ചത് മാത്രമല്ല, കൊച്ചുകുട്ടികളെ പീക്കിരി കുട്ടികളെ ഫാഷൻ ഷോ പഠിപ്പിച്ചു. നമ്മുടെ അഞ്ജലി കഴിഞ്ഞ വർഷത്തെ നീലക്കുറിപ്പ് വിജയാണ്. ആ സ്നേഹം നിലനിർത്തിയിട്ട് നമ്മുടെ കൊച്ചുകുട്ടികളെ നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുത്തു. വളരെ സന്തോഷം അഞ്ജലിദാസ്. കേരള കലാകേന്ദ്രത്തിന്റെ അവാർഡാണ്. അപ്പൊ അവാർഡ് കിട്ടാത്തത് എനിക്ക് തോന്നുന്നത് സെക്രട്ടറിക്ക് മാത്രമേ ഉള്ളതുകൊണ്ട്. ഏതായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ വൈകിയ അവസരത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും കലാകേന്ദ്രത്തിന്റെ എല്ലാ ഭാരവാഹികളുടെ പേരിലും നന്ദി അറിയിക്കട്ടെ. ഒപ്പം തന്നെ ഇത് നമ്മുടെ എല്ലാം ഓണാഘോഷമാണ്. ഇതിൽ അടുത്ത പ്രാവശ്യമാവാം. ഒപ്പം തന്നെ എല്ലാവർക്കും ചെയ്യുന്ന അടുത്തത് ഈ കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മൾ അടുത്ത ഓണാഘോഷം എന്ന രീതിയിൽ കുറെ വീടുകളിൽ ക്ഷണിച്ചു. അവരുടെ എല്ലാ സഹായ സഹകരണം ഉണ്ടായിരുന്നു. നമുക്ക് കുറെ നല്ല സ്പോൺസേഴ്സിനെ കിട്ടി. അതുകൂടാതെ കുറെ എക്സിക്യൂട്ടീവ്, അതുപോലെ ഓണാഘോഷത്തിൻ്റെയും കുറെ വ്യക്തിത്വങ്ങൾ കയ്യും മെയ്യും മറന്ന് ഒന്നിച്ചു നിന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഉറപ്പിച്ചു പറയാം, ഇതുപോലൊരു ഓണാഘോഷം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഞാൻ 3:45 എല്ലാ കരയും കൂട്ടി ഉപയോഗിച്ചു. അത് തന്നെ എന്റെ വിജയം തന്നെയാണ്. സാധാരണ 3 മണിക്ക് ശേഷങ്ങളിലെല്ലാം വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് കഴിക്കേണ്ടി വന്നത്. ഇന്നെല്ലാം കിട്ടി. വളരെ നല്ല രീതിയിൽ അതെല്ലാവരുടെയും കൂടി വിജയമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും കലാകേന്ദ്രത്തിന്റെ പേരിൽ നന്ദി അറിയിക്കേണ്ടത്. ഈ കോരി ചെറിയുന്ന മഴയൊന്നും ഇവിടെ വന്ന് ഇന്നലെയും ഇന്നത്തെയും എല്ലാ പ്രോഗ്രാമും കണ്ട് ഒരുമിച്ച്
ഇന്നലെ അട്ടഹാസങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ചലങ്കയും കുഞ്ഞു കുട്ടികളുടെയും കളികളായിരുന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ നമുക്ക് വേണ്ടിയിട്ട് ഈ ഹോൾ ഒരുക്കി തന്ന അതിനുവേണ്ടി കുറച്ച് ഡിസ്കൗണ്ട് തന്ന ഈ സേവാ സമിതിയോട്, ഒപ്പം തന്നെ കുറച്ച് ടീച്ചേഴ്സുള്ള അവാർഡ്സ് സ്പോൺസർ ചെയ്ത വ്യക്തിത്വങ്ങൾ, നമുക്ക് അഡ്വർടൈസ്മെന്റ് തന്ന സ്പോൺസേഴ്സ്, പിന്നെ നമ്മുടെ ഭക്ഷണം പാചകം തന്ന കുക്ക് ആൻറ്റി ബാബു ചേട്ടൻ, പിന്നെ ഇന്നുമായി നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ ഡെക്കറേഷനും, ഒപ്പം തന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ലൈറ്റ് ആൻഡ് സൗണ്ട്, ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ. കാരണം ഇവിടുത്തെ വയറിങ്ങിന് താങ്ങാവുന്നതിനേക്കാളും കൂടുതൽ സിസ്റ്റമായിട്ടാണ് ആൾ വന്നത്. അതാണ് ഇന്ന് ട്രിപ്പായത്. അത്രയും അതെല്ലാം നമുക്ക് ചെയ്തു തന്ന, പിന്നെ ഈ ഗോവയിലെ മറ്റ് അസോസിയേഷനിലെ ഭാരവാഹികൾ, ഇനി പേര് എടുത്തു പറയാൻ വിട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. ഫാർമ പ്രതിനിധികൾ, മലയാളം മിഷൻ ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ്, എല്ലാവരോടും നന്ദി, നമസ്കാരം. ഇനി നമ്മൾ നിർത്തുന്നില്ല, ഓരോ മാസവും അടുത്ത കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇനിയും വളരെയേറെ യാത്രയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഈ കലാകേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓണ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.